5 Mile. നമസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്നാണ് 2ാം മോഡി സർക്കാർ സ്ഥാനമേറ്റതിൻ്റെ 2ാം വാർഷികം. 365 ദിവസം അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു. വീണ്ടും തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന 6 വർഷങ്ങളാണ് കടന്നുപോയത്. ഒരു സംശയവുമില്ല. ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി എങ്ങനെയാവണം, അത് സംബന്ധിച്ച് ചില സങ്കല്പങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് ഏതെങ്കിലും കാലത്ത് പൂവണിഞ്ഞിരുന്നോ? ഉവ്വ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മോഡിയാണ് ഇന്ത്യക്കൊരു പുതിയ ദിശ പകർന്നു കൊടുത്തത്. ഇന്ത്യക്കാരന് അഭിമാനിക്കാൻ വകയുണ്ട്. ഇന്ത്യക്ക് അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്. ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ തനിക്കാകും. ഇതൊക്കെ മോഡി കാണിച്ചു തന്നു. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ഉയർന്നു, ഇതൊക്കെ കഴിഞ്ഞ 6 വർഷക്കാലത്ത് നമ്മൾ കണ്ടതാണ്. 10 വർഷം അനാഥമായി കിടന്നിരുന്ന രാജ്യത്തെ ഒരു പുതിയ ദിശയിലേക്ക്, പുതിയ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ അതാണ് മോഡിക്ക് കഴിഞ്ഞത്. ഏത് മേഖലയിലാണ് മാറ്റമുണ്ടാവാതിരുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു ഉദാഹരണം മാത്രം പറയും. പരിഷ്കാരങ്ങൾ വേണമെന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു. നികുതി ഘടനയിൽ, ഫൈനാൻഷ്യൽ സെക്ടറിൽ ഒക്കെ തന്നെ. പക്ഷെ പൂച്ചക്കാർ മണികെട്ടും എന്നതൊരു പ്രശ്നമായിരുന്നു. വലിയൊരു സാമ്പത്തിക പരിഷ്കർത്താവ് എന്നൊക്കെ വിളിക്കാവുന്ന എക്കണോമിസ്റ്റായ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പോലും ബോൾഡ് സ്റ്റെപ്സ് എടുക്കാൻ, ധീരമായ നടപടികൾ സ്വീകരിക്കാൻ മടിച്ചു നിന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് മോഡി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം എത്ര സാമ്പത്തിക പരിഷ്കരണ നടപടികൾ കൊണ്ടുവന്നു. GST അതിനൊരു ഉദാഹരണമാണ്. GST വന്നാൽ ഇവിടെ മുഴുവൻ പ്രശ്നമാവും. നമ്മുടെ GDP വളർച്ചയെ ബാധിക്കും, സംസ്ഥാനങ്ങൾക്ക് പ്രതിസന്ധിയാകും എന്നൊക്കെ പ്രചരണം നടത്തിയവരുണ്ടല്ലോ. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് GST നടപ്പിലാക്കി. വലിയൊരു സാമ്പത്തിക, ഇന്ത്യക്ക് ചിന്തിക്കാനാവാത്ത ഒരു വലിയ സാമ്പത്തിക പരിഷ്കരണ നടപടി മോഡിയല്ലേ കൊണ്ടുവന്നത്. നോട്ട് റദ്ദാക്കൽ. ഇന്ത്യയുടെ എക്കണോമിയെ സുതാര്യമാക്കണമെങ്കിൽ അത്തരം ഒരു നടപടി ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത്രമാത്രം കള്ളനോട്ട് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് റദ്ദാക്കിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ ഒരു പ്രധാനമന്ത്രി വേണ്ടി വന്നു നരേന്ദ്രമോദി. അതും നമ്മൾ കണ്ടതാണ്. ആദായ നികുതി മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്, പരിഷ്കാരങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. സ്റ്റാറ്റസ് ക്വോ അഡ്മിനിസ്ട്രേഷൻ പറ്റില്ല. ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. ഇതാണ് ക്യാബിനറ്റിൽ മോഡി പറയാറുള്ളത്. ഇതാണ് ഉദ്യോഗസ്ഥന്മാരോട് മോഡി പറയാറുള്ളത്. തീരുമാനം ഭരണതലത്തിൽ ഞങ്ങൾ എടുത്തോളാം, അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. ദേ വിൽ ടു ഡു ഇറ്റ്. അതാണ് അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം.
അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിൻ്റെ ഉത്തരവാദിത്വം, രാഷ്ട്രീയ ഉത്തരവാദിത്വം, രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അത് ഗവൺമെന്റിനാണ്, ഭരണകർത്താക്കൾക്കാണ്, രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. അതിനൊപ്പം തന്നെ എക്കണോമി വളർന്നു, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള തലത്തിലുള്ള പ്രതിസന്ധി ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമുള്ള പ്രതിസന്ധി അതിനേക്കാൾ അപ്പുറമാണ്. പക്ഷെ നമ്മളിട്ട ടാർഗറ്റ് എന്താ? നമ്മൾ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് മാറണം. മോഡി അധികാരത്തിൽ വരുമ്പോൾ 1 ട്രില്യൺ എക്കണോമിയായിരുന്നു. 5 വർഷം കൊണ്ട് അത് 3 ട്രില്യനായി. അതുകൊണ്ട് തന്നെയാണ് 5 ട്രില്യൺ ആവാൻ നമുക്ക് കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് എല്ലാവരോടും പറയുന്നു. അതിനനുസൃതമായ നടപടികൾ നടക്കുന്നുണ്ട്. ഇതിനൊപ്പം ഈ കൊറോണ ഒക്കെ രാജ്യത്തെ അലട്ടുന്ന സമയത്ത് എത്രയോ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വന്നിരിക്കുന്നു. ചൈനയിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൈന വിട്ടുപോരുന്നവർ മുഴുവൻ വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെയാണ് റിലയൻസിന്റെ ജിയോയിൽ നിക്ഷേപിക്കാൻ ഫേസ്ബുക്കും മറ്റനവധി വിദേശ കമ്പനികളും തയ്യാറായത്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പോൾ ഇന്ത്യക്ക് പ്രതിസന്ധിയല്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ മുന്നോട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് വിറങ്ങലിച്ചുകൊണ്ടല്ല, ശക്തമായ കാൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നാണ് മോഡി നമുക്ക് കാണിച്ചത്. വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോഡിയുടെ കീഴിൽ ശ്രദ്ധിക്കേണ്ടത് വിദേശ നയമാണ്. ഇന്ത്യ ലോകത്തെ വലിയ രാജ്യങ്ങൾക്ക് ഒപ്പം നടക്കാൻ പലപ്പോഴും മടിച്ചിരുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ അന്ന് ഒന്നായിരുന്നില്ലെങ്കിലും വലിയ സാമ്പത്തിക ശക്തിയാവാൻ കെൽപ്പുള്ള രാജ്യമായിരുന്നു. അത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊരു അടിയാളന്റെ സ്വഭാവമാണ് കാണിച്ചിരുന്നത്. അമേരിക്കൻ മോളിൽ നമ്മൾ താഴെ ഇരിക്കുന്നു, ബ്രിട്ടൻ മോളിൽ നമ്മൾ താഴെ ഇരിക്കുന്നു, ഫ്രാൻസ് മോളിൽ ഇന്ത്യ താഴെ ഇരിക്കുന്നു. ആ സ്ഥിതി മാറി നരേന്ദ്രമോദി വന്നപ്പോൾ. ബറാക് ഒബാമയാണെങ്കിലും മറ്റേത് രാഷ്ട്രത്തലവന്മാരാണെങ്കിലും മോഡി തോളോട് തോൾ ചേർന്ന് നിന്നാണ് സംസാരിച്ചത്. തുല്യ നിലയ്ക്കാണ് നമ്മൾ മറ്റു രാജ്യങ്ങളെ കാണാൻ സ്വയം തയ്യാറായത്. അപ്പോൾ അവരും അങ്ങനെ വരാൻ തുടങ്ങി. ഇന്ത്യയുടെ ശക്തി അംഗീകരിക്കുകയായിരുന്നു. ഇന്ത്യക്കൊരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ച കാലഘട്ടം മോഡി വന്നതിന് ശേഷമാണ്. അപ്പോൾ വിദേശ നയത്തില് ഇന്ത്യയുടെ മുഖം തന്നെ മാറി എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഗുണം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നില്ലേ, ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തായ മോഡിയെ വിളിച്ചു എന്ന്. പഴയ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇന്ത്യക്കാരൻ ദയാഹർജിയുമായിട്ട് അമേരിക്കയുടെ മുമ്പിൽ പോയ ചരിത്രമല്ലേ പണ്ടുള്ളത്, പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലം മുതൽ. അതാണ് മാറ്റം. അത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന മാറ്റമല്ലേ? അത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയല്ലേ? ആ സ്ഥിതിയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് നരേന്ദ്രമോദിയല്ലേ? അത് നമുക്ക് കാണാതെ പോകാൻ പറ്റുമോ? വേറൊന്ന് പ്രതിരോധ മേഖലയാണ്. UPA-യുടെ 10 വർഷക്കാലത്ത് ഒരാണി പോലും ഡിഫൻസ് സെക്ടറിൽ വാങ്ങിയിട്ടില്ലെന്നാണ് തമാശയ്ക്ക് പറയാറുള്ളത്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനെ ഇതുപോലെ ഇഗ്നോർ ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടില്ല. സൈനികർ ആവശ്യപ്പെടാഞ്ഞിട്ടല്ല, നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ പരിമിതികളെ കുറിച്ച്, ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ പലവട്ടം സർക്കാരിനോട് പറഞ്ഞു. ഒരു തീരുമാനവും മൻമോഹൻ സിംഗ് എടുത്തില്ല. AK ആന്റണി ആയിരുന്നു പ്രതിരോധ മന്ത്രി. ഒരു സാമഗ്രിയും വാങ്ങാതിരുന്ന കാലഘട്ടത്തിൽ പോലും അഴിമതി നടന്നു എന്നതാണ് ഏറ്റവും രസം. ദല്ലാളന്മാര് കമിഞ്ഞു കൂടുന്നതാണ് നമ്മൾ കണ്ടത്.
റഫാൽ ഡീലിന്റെ ചർച്ച നടന്നത് UPA ഗവൺമെന്റിന്റെ കാലത്താണ്. അന്ന് അതിന്റെ ദല്ലാളന്മാരായിട്ട് രംഗത്ത് വന്നതിൽ റോബർട്ട് വാദ്രയുടെ വിശ്വസ്തന്മാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ. വിദേശത്ത് നിന്നൊരു ഒരു ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ എത്രയോ ദല്ലാളന്മാരാ ഉണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നില്ല. ഇറ്റാലിയൻ കോടതി തന്നെയാണ് അതിന്റെ വസ്തുതകൾ കണ്ടെത്തിയത്. അതൊക്കെ മാറി. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ സേന, നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ലോകത്തിലെ ഏത് രാജ്യത്തിനും ഒപ്പം നിൽക്കുന്നതാണ്. പലപ്പോഴും അതിനേക്കാൾ മുൻപന്തിയിലാണ്. ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നാണ് ഇന്ത്യ. നമുക്ക് ആണവ മിസൈലുകളുണ്ട്, ആണവായുധം വഹിക്കാൻ പറ്റുന്ന യുദ്ധവിമാനങ്ങളുണ്ട്, ആധുനികമായ തോക്കുകൾ നമ്മുടെ കൈവശമുണ്ട്, യുദ്ധക്കപ്പലുകളുണ്ട്. ആർക്കും ആശങ്ക വേണ്ടതില്ല എന്നർത്ഥം. ആ നിലയിലേക്ക് ഇന്ത്യയെ എത്തിച്ചതാരാ? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്ത് പകർന്നേ പറ്റുള്ളൂ. അത് ഇന്ത്യക്ക് ആവശ്യമാണ്, ലോകസമാധാനത്തിന് ആവശ്യമാണ് എന്നതാണ് മോഡി കണ്ടത്. അതാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. കാർഷിക രംഗത്ത് വലിയ 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 മാറ്റങ്ങളല്ലേ ഉണ്ടാക്കിയത്. കാർഷിക ആത്മഹത്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വർഷമൊക്കെ കാർഷികോൽപാദനം അതിൻ്റെ പരമോന്നതിയിലെത്തി. മാത്രമല്ല, ഗോതമ്പും ചോളവും മറ്റും കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങാൻ ഫുഡ് കോർപ്പറേഷൻ തയ്യാറായത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. കൊയ്ത്ത് കഴിയുമ്പോൾ തന്നെ കർഷകന് പണം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ നിലയിലേക്ക് കാർഷിക മേഖലയെ വിശ്വാസത്തിലെടുക്കാൻ മോഡിക്ക് കഴിഞ്ഞു. വിപണി തുറന്നിട്ട് കൊടുത്തു. ഇന്ന് കർഷകന് അവന്റെ സാമഗ്രികളുമായിട്ട് ഇന്ത്യയിലെ ഏത് വിപണിയിലും പോകാം. അതാത് ദിവസത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് സാമഗ്രികൾ വിൽക്കാം. കുത്തകക്കാരെ, കരിഞ്ചന്തക്കാരെ ഈ ഭൂപ്രദേശത്ത് നിന്ന് ഓടിക്കുന്ന പദ്ധതിക്കും കൂടി മോഡി രൂപം നൽകിയിരിക്കുന്നു. അത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന റെവല്യൂഷൻ, വിപ്ലവത്തിന് നമ്മൾ അതിര് നിശ്ചയിക്കേണ്ട, അത്രമാത്രം അത് മുന്നോട്ട് പോകാൻ പോകുന്നു. കർഷകർക്ക് പെൻഷൻ അനുവദിച്ചത് അതും ഒരു ചരിത്ര സംഭവമല്ലേ. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റിനാ ഇതിനു മുമ്പ് അതൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞത്? ജനക്ഷേമ രംഗത്ത് നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ റോഡുകളില്ല, ലൈറ്റുകളില്ല, വിദ്യാലയങ്ങളില്ല. അതിനൊക്കെ മാറ്റം വരുന്നില്ലേ? പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഏത് ഗ്രാമീണ റോഡുകളും നന്നാക്കാനുള്ള പണം ഇന്നുണ്ട്. അത് നടക്കുന്നു എന്നതാണ്. ആർജവമുള്ള സംസ്ഥാന ഭരണകൂടമുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. അത്തരം ഭരണകൂടങ്ങൾ ഉള്ളെടുത്തതൊക്കെ നടന്നിട്ടുമുണ്ട്. വേറൊന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമാണ്, ട്രാൻസ്ഫർ സ്കീം. ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ടവർക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനുള്ള സംവിധാനം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ജൻധൻ അക്കൗണ്ട് തുടങ്ങിയത്. ഇന്ത്യയിലെ ഒരുമാതിരി എല്ലാ കുടുംബങ്ങളിലുള്ളവർക്കും ഇന്നൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അത് ആധാറുമായിട്ട് കൂട്ടിയോജിപ്പിച്ചതാണ്. നിങ്ങളുടെ സബ്സിഡി, നിങ്ങൾക്കുള്ള സർക്കാർ ആനുകൂല്യം, പണ്ടിതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ തന്നെ കൈമറിഞ്ഞാണ് എത്തുന്നത്. വേണ്ടപ്പെട്ട സമയത്ത് എത്തില്ല എന്ന് മാത്രമല്ല, വേണ്ടത്ര എത്താറുമില്ല. അതിനും മാറ്റം വരുത്തിയത് മോഡിയാണ്. ഇന്ന് അർഹതപ്പെട്ടവർക്ക്, അവകാശപ്പെട്ടവർക്ക് അവരവരുടെ ബാങ്കുകളിൽ പണം എത്തും. അത് ഉറപ്പാക്കാൻ കഴിഞ്ഞു. എല്ലാ വീടുകളിലും പാവപ്പെട്ടവന്റെ വീടുകളിൽ പോലും ഇന്ന് പാചകവാതകം എത്തുന്നു ഫ്രീ ആയിട്ട്.
ഉജ്ജ്വല യോജന അതല്ലേ നമ്മൾ കണ്ടത്? കക്കൂസ് ഇല്ലാത്തവർക്ക് മുഴുവൻ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കും, വീടില്ലാത്തവർക്ക് വീടും നിർമ്മിച്ചു കൊടുക്കും. ഇത്രമാത്രം ജനകീയമായിട്ട് ചിന്തിച്ചൊരു ഭരണകൂടം സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അത് മോഡിയുടേതല്ലേ? ഇപ്പോൾ അതാ മറ്റൊരു ബൃഹത് പദ്ധതിയും കൂടി മോഡി ഏറ്റെടുത്തിരിക്കുന്നു. ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും കുടിവെള്ളം. അതൊരു വലിയ വിപ്ലവം തന്നെയാണ്. എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം, പക്ഷെ എളുപ്പമല്ലാത്ത കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതാണ്, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണ് തനിക്കിഷ്ടം എന്ന് മോഡി വീണ്ടും വീണ്ടും തെളിയിക്കുക. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോയാൽ ഒരു കുടം വെള്ളത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ നടന്നു പോകുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർ വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ട് വേണം ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ. ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത്. ഓരോ ഗ്രാമത്തിലും വെള്ളം എത്തും, ഓരോ കുടുംബത്തിലും വെള്ളം എത്തിക്കാൻ കഴിയും. അതാണ് മോഡിയുടെ അടുത്ത 3-4 വർഷത്തെ ടാർഗറ്റ്. ഇന്ത്യയിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം നോക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് ചിന്തിക്കാനാവില്ല. ഒരുപാട് മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കാൻ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം: അഴിമതി. മോഡി 6 വർഷം പിന്നിട്ടിരിക്കുന്നു. ഒരാരോപണം, അഴിമതി ആരോപണം, സ്ഥായിയായ ആരോപണം ഈ സർക്കാരിനെതിരെ വന്നോ? ഇല്ല. അഴിമതി രഹിത ഭരണം എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഒരു കാലത്ത് സ്വപ്നമായിരുന്നു. അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് മോഡി കാണിച്ചു തരും. നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തുള്ളവർ ഒരുപാട് കള്ളക്കളികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും വിശദീകരിക്കുന്നത്, റഫാൽ മാത്രം മതി. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ അനുസരിച്ചാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ യുദ്ധവിമാനം വാങ്ങിയത്. പണം പോകുന്നത് ഗവൺമെന്റാണ്. അതിനുശേഷവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ അർബൻ നക്സലുകൾ നടത്തിയ കള്ളപ്രചരണം എന്താ? കള്ളപ്രചരണം. അതിന് കുറെ മാധ്യമങ്ങളും കൂട്ടുനിന്നു. അവസാനം സുപ്രീം കോടതി മുഴുവൻ ഫയലുകളും പരിശോധിച്ച് നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തപ്പോൾ ഈ കുപ്രചാരണക്കാരെ എവിടെ പോയി? ആരാ ഇനി കുപ്രചരണം നടത്തിയവര്? അഴിമതിയുടെ ചെളിൽ കൂണ്ടി കിടക്കുന്നവരാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന്റെ അല്ലെങ്കിൽ കോടതികളുടെ ഔദാര്യം കൊണ്ട് ജയിലിൽ പോകാതെ തെരുവിൽ നടക്കുന്നവരാണ്. ഇവനെയൊക്കെ ജയിലിൽ വിട്ടിരുന്നെങ്കിൽ എത്ര കാലം കിടന്നേനെ? ചിദംബരം പോയി കടന്നത് നമ്മൾ കണ്ടതല്ലേ. അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയവർ പുറത്തു നടക്കുന്നില്ലേ? ഞാനിപ്പോഴും വിചാരിക്കുന്നത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പ്രതിപക്ഷത്തുള്ളത്. അതിൽ ആരെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ അത് പൊതുവികാരത്തിന് അനുകൂലമായിട്ട് മാറുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ആശങ്ക ചിലപ്പം മോഡിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകണം. 77 തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം. അന്ന് അടിയന്തരാവസ്ഥയിലെ എക്സസിന്റെ പേരിൽ, അഴിമതിയുടെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ മൊറാർജി ഗവൺമെന്റ് തയ്യാറായി. ആ അറസ്റ്റാണ് ഒരർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയമായ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത്. ഇതിപ്പോ കോൺഗ്രസ്സുകാരും അഴിമതിക്കാരും ജനങ്ങളുടെ മുമ്പിൽ ദിവസവും തുറന്നു കാട്ടപ്പെടുക. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ചൈനീസ്
ആക്രമണത്തിൻ്റെ പേരിൽ പോലും, പുൽവാമയിലെ ഭീകരാക്രമണം ഒഴിവാക്കിയതിൻ്റെ പേരിൽ പോലും കോൺഗ്രസ്സുകാരെടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടില്ലേ? അവരൊക്കെ ചിന്തിക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് എന്നല്ലേ ആ വാക്കുകളും വിചാരങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? അല്ല, അങ്ങനെയല്ലേ സംശയിക്കാൻ തോന്നുകയുള്ളൂ? ഞാൻ പറഞ്ഞത്, അത്തരം ആൾക്കാർ തെരുവിൽ നടന്നോട്ടെ, അവരെ ജനങ്ങൾ വെറുക്കട്ടെ, ജനങ്ങൾ അവരെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയട്ടെ. ഇതാവണം മോഡി ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി 4 വർഷമുണ്ട് ഇനി നരേന്ദ്രമോദിക്ക്. അത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാകുമെന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയില്ല. പ്രതിസന്ധികളുണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശീലമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. വെല്ലുവിളികളെ നേരിട്ട് അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവുമുള്ള നേതാവാണ് അദ്ദേഹം. ആ ആത്മവിശ്വാസം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ മോഡിക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കഴിയും. അതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇന്ത്യയെ നമിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് നരേന്ദ്രമോദിയെയാണ് നമിക്കുന്നതെങ്കിലും അതിൻ്റെ അഭിമാനം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ആ ഓരോ കുപ്പുകയും മുഴുവൻ ഇന്ത്യക്കാരെയും ഉദ്ദേശിച്ചുള്ളതാണ്. തീർച്ചയായിട്ടും അഭിമാനത്തിൻ്റെ നാളുകളാണ് കടന്നുപോയ 6 വർഷങ്ങൾ. ഇനിയുള്ള നാളുകളും അത് തന്നെയാവും. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് നമ്മൾ മോഡിക്കൊപ്പം യാത്ര ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ നരേന്ദ്രമോദിക്ക് പിന്തുണ തുടർന്നും നൽകേണ്ടത്. നമസ്കാരം.